പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. LDF ഭരണം തുടക്കത്തിൽ തന്നെ ലക്ഷ്യം കണ്ടതിൻ്റെ സന്തോഷത്തോടെയാണ് പൊളിമിക്സ് ആരംഭിക്കുന്നത്. മന്ത്രിസഭയുടെ ആദ്യ ദിവസം ഓർമ്മയില്ലേ? അപ്പോൾ ആദ്യ ക്യാബിനറ്റ് യോഗം ഇന്ന് ചേർന്നല്ലോ. ഇതിൽ കേരളത്തിൽ ഏറ്റവും ഓളക്കം സൃഷ്ടിച്ച ഒരു സംഭവമാണ് ജിഷയുടെ കൊലപാതകം. അപ്പം അതുമായി ബന്ധപ്പെട്ട് കേരളീയ സമൂഹം വലിയ തോതിൽ ഇന്ന് നിലനിൽക്കുന്ന പ്രശ്നങ്ങളിൽ അതൃപ്തി രേഖപ്പെടുത്തി കഴിഞ്ഞാണ്. അപ്പോൾ ആദ്യത്തെ പ്രശ്നം ആ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടതാണ്. ജിസ കേസ് നമുക്ക് എത്ര പെട്ടെന്ന് തെളിയിക്കാം. അത് വളരെ ഞാൻ എൻ്റെ അനുഭവം പരിഗണിച്ചിട്ട് ഞാൻ പറയാൻ പോകുന്ന നമുക്ക് ഒരു പ്രൊഫഷണൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് പെട്ടെന്ന് ഐ വിൽ ട്രൈ ടു ഡിറ്റക്ട് ആസ് ക്വിക്ലി ആസ് പോസിബിൾ. നമ്മുടെ എൻ്റെ CBI അനുഭവങ്ങളും ഉണ്ട്, നോക്കാം. ഇതാണ് ലോക്നാഥ് ബെഹ്റ, കേരളം കാത്തിരുന്ന പോലീസ് മേധാവി. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ കീഴിൽ ആഭ്യന്തര വകുപ്പും ലോക്നാഥ് ബെഹ്റ എന്ന പോലീസ് മേധാവിയുടെ കീഴിൽ ക്രമസമാധാനവുമായാൽ ആ വശം ശരിയായി. പക്ഷേ എല്ലാത്തിനു മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ ടെലിവിഷനിൽ ഇങ്ങനെ അടിച്ചു വരുന്നത് നിങ്ങൾ വായിച്ച പോലെ ഞാൻ വായിച്ചു. അങ്ങനെ വന്ന് അടിച്ചു വരുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ഞാനൊരു അഭിപ്രായം പറയുന്നത് ശരിയില്ലല്ലോ. മന്ത്രി EP ജയരാജൻ പറഞ്ഞതാണ് ഭരണത്തിലിരിക്കുന്നവരും ഭരണത്തെ വിലയിരുത്താൻ കാത്തിരിക്കുന്നവരും ശ്രദ്ധിക്കേണ്ടത്. എന്തെന്നല്ലേ, TV-യിൽ എഴുതി കാണിക്കുന്നത് നോക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്ന പരിപാടി. നമ്മളിപ്പോൾ TV-യിൽ കാണുന്ന വാർത്തകൾ മാത്രമേ എനിക്കിപ്പോൾ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ അതേപ്പറ്റി എനിക്ക് പിന്നെ എങ്ങനെ പറയാൻ പറ്റുക? ഞാൻ ഇത്രയേരം വെയിറ്റ് ചെയ്തൊരു ഓർഡർ വരുന്നു വിചാരിച്ചാണ്. ഓർഡറൊന്നും എത്തിയിട്ടില്ല. ഇങ്ങനെയാണ് പോലീസ് ഭരണം തുടങ്ങിയത്. നേരം പുലർന്നപ്പോൾ TV-ക്കാർ പോലീസ് മേധാവിയെ അങ്ങ് സ്ഥാനം മാറ്റി. പക്ഷേ ആഭ്യന്തരമന്ത്രിയായിരുന്നു പരിചയമുള്ള പ്രതിപക്ഷ നേതാവ് വളരെ സൂക്ഷിച്ചാണ് കളത്തിലേക്ക് കാലെടുത്ത് വെച്ചത്. അല്ല, ഗവൺമെൻറ്റിന് ഉദ്യോഗസ്ഥന്മാരെ മാറ്റാനുള്ള അധികാരമുണ്ട്, അതിലൊന്നും ഒരു സംശയവുമില്ല. പക്ഷേ കഴിഞ്ഞ UDF ഗവൺമെൻറ് LDF ഗവൺമെൻറ് കാലത്ത് നിയോഗിച്ചിരുന്ന DGP-യെ തുടരാൻ അനുവദിക്കുകയാണ്, ജേക്കബ് പുന്നൂസിനെ തുടരാൻ അനുവദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതവരുടെ ഗവൺമെൻറ് തീരുമാനമാണ്. ഏതായാലും സെൻകുമാർ വളരെ സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. മുഖം നോക്കാതെ നിയമം നീതി നടപ്പാക്കുന്ന കാര്യത്തിൽ വളരെയേറെ പ്രാഗൽഭ്യം ഉള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അനുഭവം. TP സെൻകുമാറിനും അനുഭവമുണ്ട്. അനുഭവങ്ങൾ മാത്രമല്ല, സെൻകുമാറിനെ കുറിച്ച് വ്യക്തമായ അഭിപ്രായവുമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് ഞാൻ ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളൂ. അത് ഇവിടുത്തെ പബ്ലിക്കിന്, കാരണം ഐ ഹാവ് ബീൻ ഇൻ ദിസ് സ്റ്റേറ്റ് ബോൺ ആൻഡ് ബോട്ടപ്പ്. നമ്മൾ കുറച്ച് സമയം പുറത്ത് ഒഴിച്ച് ബാക്കി എല്ലാ സമയവും ഈ സ്റ്റേറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ആസ് ആൻ ഓഫീസർ ഐ ആം വെരി ഹാപ്പി ദാറ്റ് ഒന്ന് ഞാനിന്ന് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ഒരു ആളെയും അനാവശ്യമായിട്ട് ഉപദ്രവിച്ചിട്ടില്ല. ഒരു പാഡിംഗ് അപ്പം ഒരു സ്ഥലത്തും നടത്താൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. സാമാന്യം വളരെ എന്താ പറയുന്നത്, എൻ്റെ അറിവ് വെച്ച് കിട്ടുന്ന ബെസ്റ്റ് പോളിസി ഡിസിഷൻസും ബാക്കിയുള്ള കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. സോ ദർ ഈസ് നത്തിങ് ദാറ്റ് എന്താണ് മോർ ഐ ക്യാൻ ഡു അബൌട്ട് ദോസ് തിങ്സ്. കേരളത്തെ പോലെ ഒരു സ്ഥലത്ത് അന്യഥാ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട പോലീസ് സേനയിൽ അതൊരു യോഗ്യതയല്ല എന്ന കാര്യം സെൻകുമാറിനെ പോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പൊളിമിക്സ് പഠിപ്പിക്കേണ്ടി വരുന്നു എന്ന് വെച്ചാൽ കഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം ബിക്കോസ് ത്രൂ ഔട്ട് മൈ സർവീസ് ഐ ഹാവ് മെയിൻറ്റെയിൻ ദിസ്. നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, 2011 പുതിയ മന്ത്രിസഭ വന്ന സമയത്ത് ഐ വാസ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ. ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ട് പിന്നെയും 8-9 മാസം കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ അതൊന്നും നമുക്കൊരു പ്രശ്നമില്ല. അങ്ങനെ ഒരു മന്ത്രിസഭ അപ്പുറത്ത് വന്ന് ചാടിപ്പോയിട്ട് ഉടനെ അങ്ങോട്ട് പോകുന്ന സ്വഭാവങ്ങളൊന്നുമില്ല. അതാണ് പൊളിമിക്സ് പറഞ്ഞ രാഷ്ട്രീയവൽക്കരണം. ഒരു സർക്കാർ വന്നാൽ അവർക്കൊത്ത പോലീസ് വരണം. അതാണല്ലോ അതിൻ്റെ ഒരു അത്. ഈച്ച് ഗവൺമെൻറ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ പോളിസി. അവരുടെ പ്രിഫേർഡ് ഓഫീസേഴ്സൊക്കെ ഉണ്ടായിരിക്കാം. ഇതിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, സെൻകുമാർ ഈസ് നോട്ട് ലോക്നാഥ് ബെഹ്റ. ഇപ്പോൾ ലോക്നാഥ് ബെഹ്റയെ ആഗ്രഹമുള്ളൊരു സർക്കാരിന് സെൻകുമാറിനെ പറ്റില്ല, അതെനിക്കറിയാം. ദാറ്റ് ഈസ് ഫോർ ദ ഗവൺമെൻറ് ടു ഡിസൈഡ്. മനസ്സിലാവുന്നു? യെസ് സർ, പൊളിമിക്സിന് മനസ്സിലാകുന്നുണ്ട്, എല്ലാം മനസ്സിലാകുന്നുണ്ട്. പിന്നെ അതിലാകെ ഉള്ളൊരു കാര്യം നമുക്ക് തോന്നുന്നത്, ഇപ്പോൾ
ഒരാളെ ഇഷ്ടമില്ലാന്ന് പറയുകയാണെങ്കിൽ ദെൻ ദാറ്റ് ക്യാൻ ബി ടോൾഡ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസമുള്ളൊരു ഓഫീസറെ വേണം, അത് നിങ്ങളുടെ വേവ് ലെങ്തായിട്ട് പോകുന്ന വേവ് ലെങ്ത് അല്ല ഞങ്ങളുടെ എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ അപ്പെക്സ് സ്കെയില് എടുത്തു വെച്ചിട്ട് നമ്മളത് സുഖമായിട്ട് നമുക്ക് മാറിപ്പോകാം. കാരണം ഇപ്പം നിയമപരമായിട്ട് ഇതിലുള്ള തെറ്റുകളൊക്കെ എനിക്കറിയാം. സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിൻ്റെ വയലേഷൻ പ്രകാശ് സിംഗ് കേസിൻ്റെ ഉണ്ട്, അതുപോലെ കേരള പോലീസ് ആക്ടിൻ്റെ വയലേഷൻ ഉണ്ട്, ഇതൊക്കെ അറിയാം. പക്ഷേ വാശി പിടിച്ച് ഒരു DGP ആയിട്ട് ഇരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. കാരണം ഒരു ഗവൺമെൻറ്റിന് വിശ്വാസമില്ലെങ്കിൽ പിന്നെ ആ പോസ്റ്റിലിരുന്ന് ഗവൺമെൻറ്റിനും ബുദ്ധിമുട്ട്, ഇരിക്കുന്ന ആൾക്കും ബുദ്ധിമുട്ടാകുന്നതുകൊണ്ട് കാര്യമില്ല. പക്ഷേ അതൊരു ഡീസൻറ്റ് വിധത്തിൽ പറഞ്ഞാൽ മതി, നമ്മളോട് പറഞ്ഞാൽ മതി, ഓക്കെ അവർ വേവ് ലെങ്ത് വിൽ നോട്ട് ബി, അതല്ലെങ്കിൽ എ suitable person is there for us. In any case, I cannot become Behra. That is my problem. Senkumar can be Senkumar, Behra can be Behra. സെൻകുമാറാണ്, ബെഹ്റയാണ്. എന്നാലും TV ചാനലുകൾ എഴുതി കാണിക്കുന്നതനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ ഇനി കേരളത്തിൻ്റെ പോലീസ് മേധാവി ബെഹ്റയാണ്, ലോക്നാഥ് ബെഹ്റ. അത് എൻ്റെ കൺസേൺ അല്ലല്ലോ. ഞാനീ പറഞ്ഞത് എനിക്കിതുവരെ ഓർഡർ കിട്ടിയില്ല, അതുകൊണ്ട് എനിക്കതേപ്പറ്റി പ്രതികരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. എന്തൊരു മനപ്പൊരുത്തം അല്ലേ! ഈ പോലീസുകാർ തമ്മിലുള്ള മനപ്പൊരുത്തം ഭയങ്കരമാണ് കേട്ടോ, ഭയങ്കരം. ഞാൻ ഇതുവരെ ഓർഡർ കിട്ടിയ ശേഷം പറയാം. ഓർഡർ കിട്ടിയില്ല, ഓർഡർ കിട്ടട്ടെ. അതെ, സൂചന നിങ്ങളെല്ലാം കൊണ്ടുവന്നില്ലേ? എന്നാലും ബെഹ്റാജി, എന്തെങ്കിലും കേരളത്തിന്റെ പോലീസ് മേധാവിയാകുമെന്ന് അറിയാമായിരുന്നില്ലേ? അത് വെച്ച് ചിലതൊക്കെ പ്ലാൻ ചെയ്തിട്ടില്ലേ മനസ്സിൽ? പുതിയ പ്ലാൻസ് കുറെ ഒരുപാടുണ്ടോ മനസ്സില്, അത് നമുക്ക് നടപ്പാക്കാം. കൊച്ചു കള്ള, എല്ലാം പ്ലാൻ ചെയ്ത് കാത്തിരിക്കുകയായിരുന്നു അല്ലേ? എന്നാൽ പറ, എന്തായിരിക്കും ആദ്യത്തെ പരിപാടി? ഞാൻ ഇതുവരെ ആക്ച്വലി ഒരു തോട്ട് കൊടുത്തിട്ടില്ല. കുറെ കാര്യങ്ങൾ മനസ്സിലുണ്ട്, എന്തൊക്കെ പ്രയോറിറ്റി കൊടുക്കണം അതാണ്. എന്റെ ഫസ്റ്റ് ഒരു വുമൻ സെക്യൂരിറ്റി ഉള്ള കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ട്. കാരണം അത് ഞാനൊരു വലിയ പ്ലാൻ ചെയ്തായിരുന്നു, അത് എനിക്ക് നടപ്പാക്കാൻ പറ്റിയിട്ടില്ല. ബിഫോർ ദാറ്റ് ഐ ഗോട്ട് പ്രൊമോട്ടഡ് ട്രാൻസ്ഫർ. ആ നിർഭയയുടെ ഒരു പുതിയ ടെക്നോളജി ബേസ്ഡ് സ്കീം അത് ഞാൻ നടപ്പാക്കും. ദാറ്റ് വിൽ ബി മൈ ഫസ്റ്റ് തിങ്. പിന്നെ അത് കൂടാതെ കുറെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ പിണറായി സർക്കാരിന്റെ ആദ്യ സ്വപ്നത്തിന്റെ സഫലമാകുമല്ലേ ജിഷ കേസിന്റെ അന്വേഷണം? ജിസ കേസ് നമുക്ക് എത്ര പെട്ടെന്ന് തെളിയിക്കാം. അത് വളരെ ഞാൻ എൻ്റെ അനുഭവം പരിഗണിച്ചിട്ട് ഞാൻ പറയാൻ പോകുന്ന, നമുക്ക് ഒരു പ്രൊഫഷണൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് പെട്ടെന്ന് ഐ വിൽ ട്രൈ ടു ഡിറ്റക്ട് ആസ് ക്വിക്ലി ആസ് പോസിബിൾ. എൻ്റെ CBI അനുഭവങ്ങളും ഉണ്ട്, നോക്കാം. അന്വേഷണം ആദ്യഘട്ടത്തിൽ പാളിപ്പോയെന്നും തെളിവ് നശിച്ചു പോയെന്നും എല്ലാം പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏറ്റെടുത്ത് പരാജയപ്പെടുമോ സാറേ? ഞാൻ ഒരുപാട് പഠിച്ചിട്ടുള്ള ആളാണ്, ഒരുപാട് ഡിഫിക്കൾട്ട് കേസ് ഹാൻഡിൽ ചെയ്തിട്ടുള്ള ആളാണ്. അത് ഡെഫിനറ്റായിട്ട് ഉപയോഗിക്കും, ഞാൻ ഉപയോഗിക്കും. TP സെൻകുമാർ അല്ല, ലോക്നാഥ് ബെഹ്റയല്ല, ഇനി ആരാണെങ്കിലും ശരി, ഒരു കാര്യം പൊളിമിക്സ് ആദ്യമേ പറഞ്ഞു തരാം, ഓർമ്മിപ്പിച്ചില്ല എന്ന് വേണ്ട. സേവാദളുകാരുടെ രഘുപതി രാഘവ രാജാറാം കേട്ട് ഉറങ്ങിപ്പോയ കോൺഗ്രസ് അല്ല ഇപ്പോൾ കേരളം ഭരിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കേരള പോലീസിനേക്കാൾ സുസജ്ജമായൊരു സേന, സ്വന്തമായുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇവരെ ഇങ്ങനെ വേഷം കെട്ടിച്ച് വടിയും കൊടുത്ത് കവാത്ത് നടത്തിക്കുന്നത് വെറുതെ അല്ല കേട്ടോ, ഇതൊരു ഫാൻസി ഡ്രസ് അല്ല. വീട്ടിനകത്ത് പോലും സ്വൈര്യമായി സ്ത്രീകൾക്ക് കഴിഞ്ഞുകൂടാൻ സാധിക്കാത്ത സ്ഥിതി കേരളത്തിലുണ്ടായി. ഈ സാഹചര്യത്തിൽ CPM പ്രവർത്തകന്മാരുടെ ജീവനും സ്വത്തിനും ഈ രാജ്യത്തിന്റെ രക്ഷയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സ്വയം സമർപ്പിതരായ വളണ്ടിയർമാരായിട്ടാണ് ഈ വളണ്ടിയർമാർ നാളെ മാറാൻ പോകുന്നത്. ഈ കരുതൽ സേനയെ വിളിച്ചു വരുത്തേണ്ട ഗതി ഉണ്ടാക്കി വെക്കരുത് എന്ന് ലോക്നാഥ് ബെഹ്റയോട് മാത്രമല്ല സകല പോലീസുകാരോടും ഓർമ്മിപ്പിച്ചുകൊണ്ട് പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞാൽ ലീഗുകാരും മുസ്ലിയാരും വരും. അന്വേഷണം, അതാണല്ലോ പ്രധാനം. ജയിച്ചവർക്ക് മാത്രമല്ല,
തോറ്റവർക്കും അന്വേഷണം പ്രധാനമാണ്. തോറ്റതെങ്ങനെയെന്ന് മണ്ഡലത്തിൻ്റെ കണക്കു തിരിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. മുസ്ലിം ലീഗ് ആ പണിയിലാണ്. പരാജയം സംഭവിച്ചുള്ള കൊടുവള്ളി, തിരുവമ്പാടി, കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി, തിരുവമ്പാടി മണ്ഡലങ്ങളിൽ പരാജയത്തെ സംബന്ധിച്ച് വിശദമായി പഠിക്കുന്നതിന് അഡ്വക്കേറ്റ് UA ലത്തീഫ്, അഡ്വക്കേറ്റ് റഹ്മത്തുള്ള ആൻഡ് അഡ്വക്കേറ്റ് KN ഖാദർ എന്നിവടങ്ങിയിട്ടുള്ള ഒരു സബ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. കൊടുവള്ളിയിലെ തോൽവി റഹീം ഇഫക്റ്റാണ് എന്ന് കരുതി മനസമാധാനം കൊണ്ട് വെറുതെ ഇരിക്കുന്നില്ല എന്നതു മാത്രമല്ല മുസ്ലിം ലീഗിനെ വ്യത്യസ്തമാക്കുന്നത്. ഗുരുവായൂരിനെ പോലെ ഉള്ളിലെ പാറ കൊണ്ട് തോറ്റ സ്ഥലത്ത് പോലും അന്വേഷണം നടത്തുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ നിയോജകമണ്ഡലത്തിലെ പരാജയത്തെ സംബന്ധിച്ച് വിശദമായി അന്വേഷണം നടത്തിയ റിപ്പോർട്ട് നൽകാൻ VK ഇബ്രാഹിം കുഞ്ഞ്, ഷംസുദ്ദീൻ MLA ആൻഡ് TM സലീം എന്നിവരെ ചുമതലപ്പെടുത്തി. അപ്പോൾ താനൂരോ? അബ്ദുറഹ്മാൻ രണ്ടത്താണി പൊരുതിയെങ്കിലും ഒരു പണക്കാരനോട് തോറ്റുപോയ താനൂര് ഒരു കമ്മീഷന്റെ ആവശ്യം ഇല്ല. ഞങ്ങളുടെ എല്ലാ വോട്ടുകളും ലഭ്യമായിട്ടുണ്ട്. അവിടെ ഞങ്ങൾക്കൊരു ചോർച്ച പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അത് സംബന്ധിച്ച് മലപ്പുറം ജില്ലാ കമ്മിറ്റി വ്യക്തമായിട്ടുള്ളൊരു അന്വേഷണം നടത്തിയുള്ള ഒരു റിപ്പോർട്ടുണ്ട്. അത് അംഗീകരിക്കാനുണ്ടായിട്ടുണ്ട്. എന്നാലും ഒരു പണക്കാരനോട് ലീഗ് സ്ഥാനാർത്ഥി തോൽക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടമല്ലേ? പാവങ്ങളാണെങ്കിൽ അവർ പണ്ടേ ലീഗിനെതിരാണ് എന്ന് വെക്കാം. പണക്കാർ കൂടി തിരിഞ്ഞു നിന്നാൽ കാര്യം കഷ്ടമാകും കേട്ടോ. അങ്ങനെ തന്നെയാണ് കാന്തപുരത്തിൻ്റെ കാര്യവും. കഴിഞ്ഞ തവണ ഭരണം കയ്യിലുണ്ടായിരുന്നപ്പോൾ ലീഗ് മന്ത്രിമാരെല്ലാവരും മർക്കസിൽ പോയി മുഖം കാണിച്ചതാണ്. എന്നിട്ടെന്തായി? തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ മുസ്ലിയാർ നന്ദി കാണിച്ചോ? ഈ കാന്തപുരം വിഭാഗം UDFനെ ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. ആ എതിർപ്പ് മഞ്ചേശ്വരത്ത് BJPയെ സഹായിക്കുന്ന വിധത്തിൽ കൂടിയായി തീർന്നിട്ടുണ്ട് എന്ന പരാതി ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതും ഞങ്ങൾ ഇന്ന് വിലയിരുത്തിയിട്ടുള്ള മറ്റൊരു കാര്യമാണ്. അങ്ങനെ ഒരു പരാതി വരാനിടയുണ്ട് എന്നറിഞ്ഞതുകൊണ്ട് ദുബായിൽ വെച്ച് കണ്ടപ്പോഴേ മുസ്ലിയാരോട് പൊളിമിക്സ് ചോദിച്ചതാണ് മഞ്ചേശ്വരത്ത് അണികൾ ആർക്കാണ് വോട്ട് കൊടുത്തത് എന്ന്. എനിക്കറിയില്ലല്ലോ. അതെ, അത് ഇവരുടെ അടികൊണ്ടാണ്. അതിപ്പോ വേറെ അവരെന്നെ കുറെ ഭിന്നിച്ച് കൂടി അടിപിടി ഉണ്ടായി. അതുകൊണ്ട് വെള്ളാപ്പള്ളി വന്നു, വേറുള്ളവർ വന്നു. അതൊന്നും നമ്മൾ പറയേണ്ടതില്ല. ഞാൻ രാഷ്ട്രീയക്കാരനല്ലല്ലോ, അതുകൊണ്ട് എനിക്കതിനെ പറ്റി പറയേണ്ടതില്ല. എന്നാൽ പിന്നെ വേറൊന്ന് ചോദിച്ചോട്ടെ, തെരഞ്ഞെടുപ്പിൽ കൃത്യമായ നിലപാടെടുക്കാൻ അണികളെ പഠിപ്പിച്ചുകൂടെ? ഇത്തരം പരാതികൾ ഒഴിവാക്കാൻ അതല്ലേ നല്ലത്? അതൊക്കെ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് നോക്കാം. അതെ, അതൊക്കെ നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ഒന്ന് ഇതിപ്പോ കഴിഞ്ഞല്ലോ. അതെ, അതിപ്പോ പഠിപ്പിച്ചിട്ട് എനിക്ക് കാര്യമില്ല, മറന്നുപോയി. ഇനി 5 കൊല്ലം കഴിയുമ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, അദ്ദേഹത്തെ പറ്റി അറിയുകയില്ല. അദ്ദേഹം ഞാനുമായി യാതൊരു ബന്ധവും ഇല്ല. എൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ കണ്ടിട്ടുമില്ല, എന്നെയും കണ്ടിട്ടില്ല. പിന്നെ ലീഗ് നേതാക്കൾക്കുള്ള ഒരു പരാതി ഇതാണ്: പലരും പലതരം പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി ലീഗിനെ അപ്രസക്തമാക്കാൻ ശ്രമിക്കുന്നു എന്ന്. ന്യൂനപക്ഷ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി ലീഗിന് ബദലായി ഇവിടെ വേറെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാമെന്നുള്ള കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഈ തെരഞ്ഞെടുപ്പ് മേൽവിലാസമില്ലാത്തതാക്കി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ഇതൊരു കാര്യമായ പ്രശ്നമായി എടുക്കേണ്ടതല്ലേ? മുസ്ലിം വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടേ? അതൊരു വഴിയായിരിക്കാം. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇനി അടുത്ത തെരഞ്ഞെടുപ്പിന് ഒറ്റ പാർട്ടിയാവാൻ വേണ്ടി ശ്രമിക്കണം. മുസ്ലിങ്ങൾ ഭിന്നിക്കാതെ ഒറ്റ പാർട്ടിയാവാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങളും എല്ലാവരും അത് സഹായിച്ചാൽ ഞാൻ മുമ്പിൽ നിൽക്കാം. അങ്ങനെ ഒറ്റ പാർട്ടിയായി വരുമ്പോൾ കേരള മുസ്ലിം ജമാഅത്തിന് എന്തു ചെയ്യും? കേരള മുസ്ലിം ജമാഅത്ത് രാഷ്ട്രീയ പാർട്ടിയല്ല. അത് ഞങ്ങൾ വേറെ സുന്നി കാര്യങ്ങൾ ചെയ്യാനും പൊതുകാര്യങ്ങൾ ചെയ്യാനും അതൊന്നും ബന്ധപ്പെടുത്തേണ്ടതില്ല. അതെങ്ങനെ സുന്നികളുടെ ഒരു പ്രസ്ഥാനമായി മാറി നിന്നാൽ തന്നെയും അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരള മുസ്ലിങ്ങളുടെ പൊതു രാഷ്ട്രീയ പാർട്ടിക്ക്
മുസ്ലിയാർ നേതൃത്വം കൊടുക്കും എന്നല്ലേ പറഞ്ഞു വന്നത്? ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ ചോദിച്ചതാണ് ഒരു പാർട്ടി ആയിക്കൂടെ എന്ന്. അയാൾ നേതൃത്വം കൊടുക്കൂല എന്ന് പറഞ്ഞു. നേതൃത്വം കൊടുക്കൂല എന്ന് പറഞ്ഞു. കൊടുക്കൂന്നല്ല. ET മുഹമ്മദ് ബഷീറും KPA മജീദും എന്തൊക്കെ പറഞ്ഞാലും ശരി, കാന്തപുരം APA അബൂബക്കർ മുസ്ലിയാർക്കും രാഷ്ട്രീയ കറാമത്തുകളൊക്കെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശീർവാദം കൊണ്ട് മാത്രം മന്ത്രിയായവരുമുണ്ട്. ലീഗിലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ പദവി കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരുപാട് ആളുകളുടെ കയ്യും കാലും പിടിക്കേണ്ടി വരും, ഒരുപാട് ആളുകളെ പ്രീതിപ്പെടുത്തേണ്ടി വരും, ഒരുപാട് പ്രമാണിമാരുടെ സപ്പോർട്ട് നമുക്ക് ആർജിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കിട്ടുകയാണെങ്കിൽ തന്നെ ഉണ്ടാകുമായിരുന്നു. ഇത് പക്ഷേ അതൊന്നുമില്ല. അതൊന്നും വേണ്ടി വന്നില്ല. വൈകുന്നേരം പോയി ഉസ്താദിനെ കണ്ടു, ഒന്ന് മന്ത്രി ചൂതി, തിരിച്ചു വന്ന് കിടന്നുറങ്ങി, അത്ര തന്നെ. ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോഴാണ് ഇങ്ങനെ നിർദ്ദേശമുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നത്. അത് CPIM-ൽ മാത്രമേ നടക്കൂ. ഓരോരുത്തരുടെക്കും അവരർഹിക്കുന്നുണ്ടോ എന്ന് നോക്കി CPIM നൽകും. അതിന് ആരുടെയും കാല് പിടിക്കേണ്ട കാര്യമില്ല, ശുപാർശയും നമ്മൾ നടത്തേണ്ട കാര്യമില്ല. ഞാൻ സത്യത്തിൽ പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഒരു മന്ത്രി ലബ്ധി. അതൊക്കെ കറാമത്താണ്, കറാമത്ത് അഥവാ അത്ഭുത പ്രവർത്തനം. അതുകൊണ്ടാണെങ്കിലും മന്ത്രിയായല്ലോ, ഇനി എന്ത് അത് പറ. അഴിമതി മുക്തമായി ചെയ്യാനായിരിക്കും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുക. കഴിവ് കെട്ടവൻ എന്ന് ഒരുപക്ഷെ ആക്ഷേപം ഉയർന്നേക്കാം എന്നെക്കുറിച്ച്. എന്നാൽ ഒരിക്കലും ഒരു അഴിമതിക്കാരൻ എന്നുള്ള ആക്ഷേപം ഉണ്ടാവാതെ ഞാൻ നോക്കും. അക്കാര്യത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉറച്ചു വിശ്വസിക്കാം. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. KT ജലീൽ ഇപ്പോൾ തന്ന ഉറപ്പ് മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ പണ്ട് തന്ന ഉറപ്പാണ്. പണ്ട് എന്നാൽ 1967. അന്നാണല്ലോ കേരളത്തിലെ മുസ്ലിം ലീഗ് ആദ്യമായി മന്ത്രിസഭയിൽ ചേർന്നത്. 1967 EMSൻ്റെ നേതൃത്വത്തിലുള്ള സപ്തകക്ഷി മുന്നണി മന്ത്രിസഭയിൽ മുസ്ലിം ലീഗ് ചേരുന്നു എന്ന കാര്യം ബാഫയ്ക്ക് തങ്ങൾ പ്രഖ്യാപിച്ചത് വടകര ടൗൺ ഹാളിൽ ചേർന്ന ഒരു യോഗത്തിൽ വെച്ചാണ്. ആ യോഗം മുസ്ലിം ലീഗ് MLA-മാർക്കുള്ള സ്വീകരണ യോഗമായിരുന്നു. അതിൽ വെച്ച് MPM അഹമ്മദ് കുരിക്കളും CH മുഹമ്മദ് കോയയും ലീഗിൻ്റെ മന്ത്രിമാരായി മന്ത്രിസഭയിൽ ചേരുകയാണ് എന്ന് തങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ CH നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ വരികളാണ് ഇപ്പോൾ ജലീൽ ഉദ്ധരിച്ചത്. അന്ന് CH പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ അപ്രാപ്തരാണ് എന്ന് നിങ്ങൾ കേട്ടേക്കും, പക്ഷേ ഞങ്ങൾ അഴിമതിക്കാരാണ് എന്ന് നിങ്ങൾ കേൾക്കേണ്ടി വരില്ല എന്ന്. ആ ഉറപ്പ് തന്നെയാണ് ജലീലും ഇപ്പോൾ നമുക്ക് തരുന്നത്. എന്തായാലും ജലീലിൻ്റെ ഉള്ളിലെ മുസ്ലിം ലീഗുകാരൻ മരിച്ചിട്ടില്ല എന്നറിഞ്ഞതിലെ സന്തോഷത്തോടെ പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഒരു സങ്കടം കാണാനുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഫലം ഏറ്റവും വലിയ സങ്കടമുണ്ടാക്കിയത് രാഹുൽ ഗാന്ധിക്കാണ്. സന്തോഷമുണ്ടാക്കിയതാവട്ടെ ഇതാ ഈ രാഹുൽ ഭക്തനും. ഉമ്മൻചാണ്ടി സ്ഥാനം ഒഴിഞ്ഞ് അതുകൊണ്ടാണ് എനിക്കിങ്ങനൊരു സ്ഥാനലബ്ധി ലഭിച്ചത്. അത് കേരളത്തിലെ കോൺഗ്രസിലുണ്ടായിട്ടുള്ള ഒരു പുതിയ അധ്യായമാണ്. ഗ്രൂപ്പ് വഴക്കുകളുടെയും തമ്മിലടിയുടെയും ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കങ്ങളുടെയും ഒരു കാലം കേരളത്തിലെ കോൺഗ്രസിൽ അവസാനിക്കുകയാണ്. കേരളത്തിൽ 12-13 വർഷക്കാലം നേതൃത്വത്തിൽ ശ്രീ AK ആന്റണിക്ക് ശേഷം ഇരുന്ന ശ്രീ ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് സ്ഥാനത്തേക്ക് ഇല്ല എന്ന് പ്രഖ്യാപിക്കുകയും അതേ തുടർന്ന് അദ്ദേഹം എൻ്റെ പേര് നിർദ്ദേശിക്കുകയുമാണ് ഉണ്ടായത്. ഇത് കേരളത്തിലെ കോൺഗ്രസിൽ അസാധാരണമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. കുഞ്ഞുഞ്ഞൊഴിഞ്ഞ് കസേര കിട്ടിയപ്പോൾ രമേശിന് സന്തോഷമായി എന്നത് ശരി തന്നെ. അതെങ്ങനെ രാഹുലിന് സങ്കടമായി എന്നതല്ലേ? അതറിയണമെങ്കിൽ രമേശ് ജി പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. കേരളത്തിലെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകന്മാരെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും ഗ്രൂപ്പുകളുടെ അതിപ്രസരമില്ലാതെ ഏകാഭിപ്രായത്തോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും കേരളത്തിലെ കോൺഗ്രസിനെ ഏകശിലാ വിഗ്രഹം പോലെ കാത്തു സൂക്ഷിക്കാനുമുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് ഞാൻ ഇതിലൂടെ മനസ്സിലാക്കുന്നു. അതാണ് രാഹുൽ ഗാന്ധിക്കും പൊളിമിക്സിനും സങ്കടമായത്. കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഗുണമായി രാഹുൽജി പോലും കണ്ടിരുന്നത് തമ്മിലടിക്കാനുള്ള അവരുടെ കഴിവാണ്. The CPM cannot defeat the Congress party in Kerala. The Congress party can defeat the Congress party in Kerala. So there are the senior leaders sitting on the stage
And every one of them is an exceptional talented leader. And what one of them doesn't have, the other one has. So not only are they extremely talented, they fill up the space, and they together are much more powerful than they are alone. Each one of them has his strengths, but each one also has his weaknesses. So my advice to the senior leaders is that you have to stand together. The Congress party is a family. It has to fight like a family. ആ ചേതോഹരമായ തമ്മിലടി തെരഞ്ഞെടുപ്പ് കാലത്തൊന്ന് നിർത്തിവെച്ചാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങണമെന്ന് രാഹുൽജി പ്രത്യേകം പറഞ്ഞിരുന്നതുമാണ്. Once the election is over, you are more than welcome to fight among yourselves. I have no problem. I will in fact come here and I will listen to all your fights. ആ സ്വപ്നമാണ് രമേശ് ചെന്നിത്തല നിഷ്കരുണം തകർക്കുന്നത്. തമ്മിലടിയില്ലാത്ത കോൺഗ്രസ് എന്തിനു കൊള്ളുമത്? ഡേ ചെയ്യാത്ത രമേശ് ചെന്നിത്തലയെ പോലെ ഇരിക്കും. ഒരു വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിന് എല്ലാ MLA-മാരും ഏകകണ്ഠമായി ശ്രീ ഉമ്മൻചാണ്ടി പേര് നിർദ്ദേശിക്കുകയും ശ്രീ VD സതീശൻ, ശ്രീ VT ബൽറാം, ശ്രീ അടൂർ പ്രകാശ് എന്നിവർ പിന്താങ്ങുകയും ചെയ്ത് ഏകണ്ഠമായിട്ടാണ് ഇതിൽ തെരഞ്ഞെടുപ്പുണ്ടായത്. അതിന് ചരിത്രപരമായൊരു കാരണവുമുണ്ട്. ചരിത്രപരമായ കാരണം. KPCC പ്രസിഡന്റായി ഞാൻ 8.5-9 വർഷക്കാലം പ്രവർത്തിച്ച ഒരാളാണ്. ആ കാലഘട്ടത്തിൽ പാർട്ടിയെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് എത്തിക്കാൻ ഞാനും സഹപ്രവർത്തകന്മാരും നടത്തിയ കഠിനാധ്വാനം ഞാൻ ഓർക്കുന്നു. ശ്രീ ബഹുമാന്യനും ആദരണീയനുമായ ശ്രീ K. കരുണാകരൻ ഉൾപ്പെടെയുള്ളവർ പാർട്ടി വിട്ടുപോയ സന്ദർഭത്തിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡും സോണിയാഗാന്ധിയും എന്നെ KPCC പ്രസിഡന്റ് ചുമതല ഏൽപ്പിച്ചത്. അവിടെ നിന്ന് പൊരുതി ഭരണം പിടിച്ച് ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രിയാക്കി. ഉമ്മൻചാണ്ടി 5 കൊല്ലം കൊണ്ടത് ദീപാവലി കുളിച്ച് കോൺഗ്രസിനെ പഴയ പോലെ ആക്കി തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി ആദ്യമായിട്ടാണ് കേന്ദ്രത്തിലും കേരളത്തിലും പ്രതിപക്ഷത്താകുന്നത്. ഇന്ദിരാഗാന്ധി അധികാരമൊഴിഞ്ഞൊരു 20 മാസക്കാലം കേന്ദ്രത്തിലും കേരളത്തിലും പ്രതിപക്ഷമായിരുന്ന ഒരു കാലഘട്ടം ഒഴിച്ചാൽ ഒന്നുകിൽ ഇവിടെ കേരളത്തിൽ ഭരണമുണ്ടാകും, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഭരണമുണ്ടാകും. അപ്പോൾ കേന്ദ്രത്തിലും കേരളത്തിലും ഭരണമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുക്കുന്ന ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ് എന്നുള്ള തികഞ്ഞ ബോധ്യം എനിക്കുണ്ട്. 5 വർഷക്കാലം ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോൾ ഭരണത്തിന്റെ ആനുകൂല്യം പറ്റിയ എല്ലാവരും ഈ ഘട്ടത്തിൽ കോൺഗ്രസിനെ സഹായിക്കാൻ എത്തണേ എന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി പൊളിമിക്സ് അഭ്യർത്ഥിക്കുകയാണ്. ഭരണമില്ലാത്ത കോൺഗ്രസ് ആണേ വല്ലതും തരണേ. കോൺഗ്രസിന്റെ സങ്കടം സഹിക്കാൻ വയ്യാത്തതിനാൽ ഇന്നത്തെ ടിപ്പണി നിർത്തുന്നു. ഇനി കാണും വരെ നന്ദി, നമസ്കാരം.